കാണാൻ വേണ്ടേ ഇത് വേണ്ടേ ഒരു വേണ്ട വേണ്ട കേട്ടാ. തിരുവനന്തപുരം മൃഗശാലയിൽ എത്തുന്ന ആരും ഈ ആൺമയിലിനെ മറക്കുവാൻ സാധ്യതയില്ല. ഞങ്ങൾ എത്തുന്ന സമയത്ത് മൃഗശാലയ്ക്ക് സമീപമുള്ള മരത്തിൻ്റെ കൊമ്പിൽ ഇരിക്കുകയായിരുന്നു ഇവൻ. ഇവൻ്റെ ശബ്ദവും ശരീര സൗന്ദര്യവുമെല്ലാം കണ്ട് നിരവധി കാഴ്ചക്കാർ ഇവനെ കാണുവാൻ തന്നെ അവിടെ കൂടിയിരുന്നു. ഇടയ്ക്ക് പീലികൾക്കിടയിൽ കൊക്കുകൊണ്ടുരുമുന്നതും പീലി വിടർത്തുന്നതുമൊക്കെ വളരെ മനോഹരമായ കാഴ്ച തന്നെയായിരുന്നു. സാധാരണ മൃഗശാലയിലെ മറ്റ് പക്ഷിമൃഗാദികളെ പോലെ തന്നെയുള്ള ഒരാൾ എന്നാണ് ഞങ്ങൾ ആദ്യം കരുതിയിരുന്നത്. പക്ഷെ പിന്നീട് അങ്ങനെയല്ല എന്ന് മനസ്സിലായി. കുറച്ച് നേരം കൂടി ആ മരച്ചില്ലയിൽ ഇരുന്ന മയില് അവൻ്റെ ചെറിയ ചെറിയ കുസൃതികൾ തുടർന്നുകൊണ്ടേയിരുന്നു. പച്ചപ്പുകൾക്കിടയിൽ വർണ്ണ ഭംഗിയോടുകൂടി വാലിന് നീളമുള്ള മയിലിൻ്റെ കാഴ്ച വളരെ മനോഹരം തന്നെയായിരുന്നു. ഇടയ്ക്ക് ഭാഗികമായിട്ടാണെങ്കിലും ആ പീലി ഒന്ന് വിടർത്തി ആടുവാനുള്ള ഒരു ശ്രമം മയിൽ നടത്തുകയും ചെയ്തു. ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ചു പൂർണ്ണമായിട്ടും അവൻ മയിൽപീലികൾ വിടർത്തി വളരെ നയനമനോഹരമായ ഒരു കാഴ്ച സമ്മാനിക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അങ്ങനെ ഉണ്ടായില്ല. ഭാഗികമായി മാത്രമായിരുന്നു അവൻ തൻ്റെ പീലികൾ വിടർത്താൻ വേണ്ടി ശ്രമിച്ചത്. പീലി വിടർത്തൽ ഒക്കെ അവസാനിപ്പിച്ച ഇഷ്ടൻ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. പിന്നെ നടന്നത് മറ്റൊരു കാഴ്ചയാണ്. താഴേക്ക് പറന്നിറങ്ങി. ഇവിടുത്തെ പച്ചപ്പ് നിറഞ്ഞ ഉദ്യാനത്തും പരിസരങ്ങളിലുമെല്ലാം അവൻ ആവശ്യമുള്ളതെല്ലാം കൊത്തിപ്പറക്കി തിന്ന് നീലപ്പീലികൾ ചുമന്നുകൊണ്ടുള്ള ആ നടത്തം തന്നെ ആരെയും ആകർഷിക്കുന്നതായിരുന്നു. ഞങ്ങൾ വിചാരിച്ചത് ഒരു മയിൽ താഴേക്ക് പറന്നിറങ്ങി സാധാരണ പോലെ ഒരു പൂന്തോട്ടത്തിലൂടെയൊക്കെ ഊരി ചുറ്റി നടക്കുന്നു എന്നാണ്. പക്ഷേ യഥാർത്ഥം അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇവിടെ എത്തുന്ന ഓരോ സന്ദർശകരെയും സ്വീകരിക്കുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം. അവരോടൊപ്പം ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുക, അതുപോലെ തന്നെ അവർ നൽകുന്ന നല്ല ഭക്ഷണങ്ങൾ വാങ്ങിച്ച് കഴിക്കുക, ഇവിടുത്തെ ജീവനക്കാരുമായി എല്ലാ ദിവസത്തെയും സൗഹൃദങ്ങൾ പുതുക്കുക, അവരുടെ അരുമയായി അവരുടെ കയ്യിൽ നിന്ന്
ഭക്ഷണം കൊത്തി തിന്നുക തുടങ്ങിയ ഏറ്റവും മനോഹരമായ സന്തോഷകരമായ നിമിഷങ്ങൾ സമ്മാനിക്കുക കൂടിയാണ് ഈ മയിൽ ഇവിടെ ചെയ്യുന്നത്. മൃഗശാല സന്ദർശിക്കുവാൻ എത്തുന്നവരെ ഒരുപക്ഷെ അകത്തെ മൃഗങ്ങളെക്കാൾ കൂടുതൽ ആകർഷിക്കുക ഈ മയിൽ തന്നെയാവും. അവൻ്റെ കുസൃതികളാവും ആ കാഴ്ചകളിലേക്ക്. ഇഷ്ടപ്പെട്ടാലേ ജീവനക്കാർ നൽകുന്ന ഭക്ഷണമാണെങ്കിലും മയിൽ കഴിക്കൂ എന്ന് തെളിയിക്കുന്നതായിരുന്നു പിന്നീടുള്ള ദൃശ്യങ്ങൾ. അവിടുത്തെ ജീവനക്കാരനായി ഒരു ചേട്ടൻ നൽകിയ ഭക്ഷണം അവൻ കഴിച്ചില്ല. ചേട്ടൻ ഒരുപാട് നിർബന്ധിച്ചെങ്കിലും മയിൽ അത് കഴിക്കുവാൻ വേണ്ടി തയ്യാറായില്ല. തൽക്കാലം ഇന്നത്തെ ഷോ അവസാനിപ്പിച്ച് മയിലുകുട്ടൻ വീണ്ടും സൂവിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് സന്ദേശം നൽകിക്കൊണ്ട് അടുത്തുള്ള കെട്ടിടത്തിൻ്റെ എറമ്പിലേക്ക് അവൻ കയറി. ക്യാമറ ഓഫാക്കി ഞങ്ങളും പിൻവാങ്ങി. വീണ്ടും കാണാം. നമസ്കാരം.